അല്ല കൂട്ടുകാരെ, അപ്പൊ നമ്മള് പീച്ചിപ്പാടത്തേക്ക് പോകണേട്ടാ. പീച്ചിപ്പാടം എന്ന് പറഞ്ഞ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നൈസ് പ്ലേസ് ആണ്. അപ്പൊ ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞങ്ങള് കൊമ്പഴന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊമ്പഴ ചായ കുടിക്കാൻ പോയതാണ്. അപ്പൊ എല്ലാരും കൂടി ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരൊറ്റ മൈൻഡാണ് എന്നാ വെള്ളത്തേക്ക് പോവാ. നല്ല മഴക്കാരൊക്കെ ഉണ്ട്. മഴക്കാറൊന്ന് കാണിച്ചു കൊടുത്തേ. ആ തെളിഞ്ഞ ആകാശമാണല്ലോ. അന്നല്ല സൈഡിൽ മഴക്കാറുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ്. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്. ഒരു ബൈക്കാരതാ പോകണം. ആൾ നോക്കും, ചിലപ്പോൾ തെറി പറയും ഗൈസ്. കാരണം നമ്മൾ ആളിനെ എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. വണ്ടി ഓടിക്കുന്ന കുഞ്ചൂസ് എന്ന് പറയുന്ന ഒരു ചെക്കനാണ്. ഒരു വണ്ടി നേരെ ഓടിക്കാൻ അറിയില്ല ഗൈസ്. അത് കാരണം ഈ വീഡിയോ ഫുള്ളായി എടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. പോണത്ര പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ ഒരു കൂട്ടുകാരൻ മാളെന്നാണ് പേര്. മാളാന്ന് ഞങ്ങള് വിളിക്കുക. ഇതാണ് വാണിയമ്പാറ ഗൈസ്. വാണിയമ്പാറയാണ്. ബസ് സ്റ്റോപ്പാണ് ഗൈസ്. പ്രാന്തനെ പോലെ പ്രാന്തനെ ഗൈസ്. അവിടെ പേടിച്ചിരിക്കുന്ന ഒരു പയ്യനുണ്ട് ഗൈസ്. അവൻ എന്താണ് വിറഞ്ഞിരിക്കുന്നത് അറിയില്ല. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ 2 വഴികളാണ് ഉള്ളത്. നേരെ പോണ വഴിയും റൈറ്റ് പോണ വഴിയും. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അങ്ങനെ ഞങ്ങള് നേരെ 2ാമത്തെ വഴിയിലൂടെ തിരിയാണ്. അങ്ങനെ 2ാമത്തെ വഴിയിലൂടെ തിരിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവിടെ പള്ളിയുണ്ട് ഗൈസ്. അങ്ങനെ പള്ളി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും 2 വഴികളുണ്ട്. വീണ്ടും ഇടത്തേക്ക് അങ്ങനെ പോകണം. നേരെ ഒരു കാറ് വരുന്നു ഗൈസ്. ഒരു വണ്ടി ഓടിക്കാറിയാത്ത കാരണം ചെറിയ പേടിയുണ്ട് ഗൈസ്. മഴ ചാറുന്നു. മഴ കൊള്ളാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗൈസ്. ഇത് അവിടെ എന്തൊരു അടിയാണത്. അടിയല്ല ഗൈസ്, മീനാ. കേബിൾ നേരാക്കുന്ന ആൾക്കാരാണ് അവർ. നേരായിക്കോട്ടെ. നമ്മളങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോണത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടാണ് ഗൈസ്. ശരിക്കും റിസോർട്ടാണത്. റിസോർട്ട് ഉണ്ട് അവിടെ. നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പൈസ നമുക്കില്ലെങ്കിലും റിസോർട്ട് കാണിച്ചാലേ ഗൈസ് പുറത്തുനിന്ന്. ഇതിൻ്റെ വെള്ളമൊക്കെ ഉള്ള നല്ല അടിപൊളി ഏരിയയാണ്. ഞങ്ങളുടെ ഏരിയ ആയതുകൊണ്ട് പറയാനല്ല, സൂപ്പർ ഏരിയയാണ്. പുറത്തുനിന്ന് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കാണാൻ. ഇത് ശരിക്കും തൃശ്ശൂരിൽ നിന്ന് പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ്. പ്രോപ്പർ അങ്ങനെയല്ല, എന്നാലും പാലക്കാട് തൃശ്ശൂർ ബോർഡറാണ്. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് പെടുക. അപ്പോൾ കുതിരാൻ തുരങ്കമൊക്കെ എല്ലാം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ആ തുരങ്കത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലമുള്ളത്. വാണിയമ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ വാണിയമ്പാറൻ്റെ ഉള്ളിലോട്ട് പോകണം. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയാലാണ് ഈ സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ വാണിയമ്പാറ നേരത്തെ നമ്മൾ കാണിച്ചു തന്ന ആ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. റിസോർട്ടും അതല്ല അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. അപകട മേഖലയാണ്. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കേസ്. വീഡിയോസിന് വേണ്ടിയിട്ട് പറയല്ല, നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും പീച്ചിപ്പാടം റിസർവോയറിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ പേര് മരിച്ചിട്ട് വഞ്ചി അപകടത്തിലൊക്കെ പെട്ട്. അപ്പോൾ നല്ല മഴയുണ്ട് കേസ്. ഇവിടെ മുമ്പ് മഴ പെയ്ത് തോർന്നാണ് വീണ്ടും മഴ പെയ്യുന്നുണ്ട്. റോഡൊക്കെ അപ്പം തന്നെ നഞ്ഞുണ്ട്. നമ്മൾ അവിടുന്ന് വാണിയമ്പാറ നിൽക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേസ്. ഇതിൻ്റെ ഉള്ളിൽ വന്ന് കൊടുക്കുമ്പോൾ നല്ല മഴയുണ്ട്. ഒരു കാര്യം അപ്പോൾ നമ്മൾ ചെക്ക് ഡാമിലേക്കാണ് ഇനി അടുത്ത്. നമ്മുടെ സ്ഥലം ചെക്ക് ഡാമിന് അടുത്തൊരു ചെക്ക് ഡാമുണ്ട്. നല്ല മഴയാണ്. മഴ കൊള്ളും എന്നുള്ളത് ഉറപ്പായി. അവിടെയൊക്കെ മഴയാണ് കേസ്. വെള്ളം നല്ലോണം വെള്ളം പോകുന്നുണ്ട്. നമ്മൾ ചെക്ക് ഡാം ഇതിന് ബാക്കി കാണാം. ചെക്ക് ഡാമിലോട്ട് പോവാം. ഇതിൻ്റെ ചെക്ക് ഡാം. വെള്ളം ഫുള്ള് വെള്ളമാണ്. ഇവിടെ നിർത്ത്. നമുക്ക് ആ ചെക്ക് ഡാം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇന്ന് ഭൂമി വെള്ളം ചാടുന്നുണ്ട്. ഇത് മഴ തുടങ്ങിയിട്ടുള്ളൂ കേസ്. വേനൽ മഴ കഴിഞ്ഞിട്ട് ഇറക്കണ്ട കേസ്. ഞങ്ങൾ ഇറക്കണില്ല കേസ്. കുറച്ച് അപകടമാണ്. പിന്നെ നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി റിസോർട്ടിലേക്ക് പോകണം. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം അതിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഇറങ്ങിയുള്ളൂ. നല്ല വെള്ളമുണ്ട്. വെള്ളം ചാറുണ്ട് ചെറുതായിട്ട്. പക്ഷെ മഴ തുടങ്ങിയിട്ടില്ല. മഴ തുടങ്ങുമ്പോൾ ഇതെല്ലാം നിറഞ്ഞു പോകും കേസ്. ഉള്ളും നിറഞ്ഞ് ഇപ്പൊ തന്നെ പോകുന്നുണ്ട് കേസ്. ഉള്ളും നിറഞ്ഞു. പ്രളയ സമയത്ത് ഇതാണ് നമ്മുടെ പിള്ളേർ കേസ്. മഴ നിന്നപ്പോൾ എവിടെ കയറി നിന്നാണ്. മഴ തോർന്നു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് ചാറുന്നുണ്ട് ഗൈസ്. ഞങ്ങളിതാ ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണിത്. രാത്രികളിൽ ഈ സ്ഥലത്ത് കൂടെ പോകാൻ പറ്റില്ല, അപകടം കൂടുതലാണ്. നമ്മൾ വലിയ രാത്രി ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമ്മളിത് എന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അറിയാം ഗൈസ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ രാത്രികളിൽ ഇതിൽ കൂടെ അധികം വരാൻ പാടില്ല. ആനകളും കായ്ക്കൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഒന്നാമത്തെ മഴക്കാരൊക്കെയാണ്. അതൊക്കെ പീച്ചിപ്പാടത്തിൻ്റെ സ്ഥലങ്ങളാണ്. ഗേറ്റാണ്. അപ്പോൾ ഒരു അടിപൊളി വണ്ടി
നല്ലൊരു കയറ്റം കയറുന്നു. ഞങ്ങളിത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, എത്ര കണ്ടാലും മതിയില്ല. നമ്മൾ ഒരുപാട് കണ്ടതാണെങ്കിലും നല്ല രസമാണ് വീണ്ടും വീണ്ടും വന്ന് കാണാം. മഴക്കാലത്ത് കൂടെ ഒരു ചൂണ്ടിടാൻ വരും കേസ്. ഞങ്ങൾ വഞ്ചിയിൽ വലയെറിഞ്ഞിട്ടൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി വരും. അവിടെ വെള്ളം കയറിയില്ല, വെള്ളം കയറുന്നുള്ളൂ, മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തായാലും വെള്ളമൊക്കെ നല്ല വരുന്ന സമയത്ത് ചൂണ്ടിയിടുന്ന ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം കേസ്. വഞ്ചിയിൽ വലയിടുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. ഫുള്ള് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ നിറയും കേസ്. ഈ സ്ഥലങ്ങൾ അവിടെ അമ്പലമുണ്ട്. ഈ സ്ഥലമൊക്കെ ഫുള്ള് വെള്ളം. വെള്ളം പ്രളയം സമയത്തൊക്കെ ഫുള്ള് വെള്ളം മുങ്ങിയതാണ് കേസ് ഇവിടേക്ക്. അതായത് അമ്പലവും ബാക്കിയുള്ളവിടൊക്കെ. ഞങ്ങളിതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേസ് ഇവിടെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തെത്തി കാണാം കേസ്. ഇവിടെ മുന്നറിയിപ്പുണ്ട്. കേരള വനം മുന്നറിയിപ്പ് ബോർഡാണ് കേസ് കണ്ടത്. വേറെ ഒന്നുമല്ല, ഇവിടെ മൃഗങ്ങൾ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് കേസ്. ഒരുപാട് പേര് റൈഡിങ് പിള്ളേരും മറ്റേ വ്ളോഗ് എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടേക്ക്. കാരണം അത്രയും നല്ല സ്ഥലമാണ് കേസ്. നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ വലിയ വലിയ സിറ്റികളിലേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കടയാണ്. ഇവിടെ ഒരു കടയാണ് ഇപ്പോൾ തുറക്കുന്നില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിടക്കുന്നത്. റിസോർട്ട് എത്തി കേസ്. ഇതാണ് കേസ് ഞങ്ങൾ പറഞ്ഞ റിസോർട്ട്. ഇവിടെ നിർത്തേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡുണ്ട് കേസ്. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡാണ് കേസ്. ഇത് വലിയ റിസോർട്ടാണ്. അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല കേസ്. നമുക്കിതാ അങ്ങോട്ട് പോകാം. ഇതാണ് PG പാടം കേസ്. ഇവിടെ വെള്ളം ഇവിടെയൊക്കെ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വെള്ളമാവും കേസ്. വഞ്ചിയിൽ പോകണം. ഇതിനപ്പുറത്തേക്ക് നമുക്ക് വണ്ടിയിൽ പോകല്ല. ഇവിടെ നിർത്തുക. കേരളം വന്യജീവിന്റെ ഒരു ബോർഡ് ഉണ്ട്. ഇതാ വനപ്രദേശമാണ് കേസ്. ഞങ്ങൾ വെറുതെ പറയണല്ല. 25,000 രൂപ പിഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേട്ടയാടാനോ ഒന്നും പറ്റില്ല. വന്യജീവനെ വേട്ടയാടാനൊന്നും പറ്റില്ല. 3 മുതൽ 7 വർഷം വരെ തടവും 25,000 രൂപ പിഴയും കിട്ടും കേസ്. അപ്പോൾ ഇതാണ് വലിയ റിസോർട്ടാണ് കേസ്. ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാ ഡ്രോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും കാണിച്ചു തരായിരുന്നു. വലിയ റിസോർട്ടാണ്. ഡ്രോണും നമ്മുടെ കയ്യിലില്ല. നമ്മൾ മേടിക്കേണ്ടി തീർച്ചയായും ഇതിൻ്റെ ഒരു ഡ്രോൺ വെച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുക. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നതാട്ടില്ലേ ആ ഗേറ്റ് പോലെ മറ്റേ നെറ്റ് കെട്ടിക്കുന്ന ഫുള്ള് റൗണ്ടാണ് കേസ്. വലിയ വെള്ളം ഒന്നും വരാൻ പറ്റില്ല. ഒരു മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ പോണ വഴി കൂടെ ഇവിടെ ഒന്ന് വഞ്ചിയിലാണ് കേസ് പോകുക. അത്ര ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മൾ പോണ വഴി ഫുള്ള് വഞ്ചിയിൽ പശു മേയ്ക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ നേരെ കണ്ണ അമ്പലമാണ്. അവിടെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. സാധാരണ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല രസമാണ് കേസ്. അതൊക്കെ കേട്ടിട്ട് ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങളിതാ ഇതാണ് ഗൈസ് പീച്ചിപ്പാടം. ഞാൻ നേരത്തെ പറഞ്ഞ പീച്ചിപ്പാട് ഇതാണ്. കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് ഗൈസ്. നല്ല മഴക്കാറുണ്ട്. ഇത് പീച്ചിപ്പാടം റിസർവോയർ ആണ്. പീച്ചി ഡാമിന്റെ
ഇതാ ഇതേപോലെ ഇതൊന്നല്ല ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതേപോലത്തെ. ഇവിടെയൊക്കെ വെള്ളം നിറയും കേസ്. ഞാനിപ്പോൾ ഈ സ്ഥലങ്ങൾ ഫുള്ളും വെള്ളം നിറയും കേസ്. ഫുള്ളും വെള്ളം നിറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് 2 മാസം കഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല, വഞ്ചി കൊണ്ട് വരണം. ഭയങ്കര രസമാണ്. ഈ വഴിയൊക്കെ നമുക്കിങ്ങനെ വഞ്ചിയിൽ പോവാം കേസ്. ഇങ്ങനെ വഞ്ചിയിൽ പോവാം. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. വീഡിയോസിന് വേണ്ടി പറയില്ല കേസ്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഒരു വഞ്ചി കിടക്കുന്നുണ്ട് കേസ്. ഞാൻ കാണാൻ പറ്റണോ നോക്കട്ടെ കേട്ടോ. ആ വഞ്ചി കിട്ടുമോ നോക്കട്ടെ, ഇതിൽ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ 2 വഞ്ചി കിടക്കുന്നുണ്ട് കേസ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, എന്തായാലും മഴ പെയ്യും കേസ്. വരുന്ന വഴിക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയും മഴ പെയ്തിട്ടുണ്ട്. നനവ് കണ്ടില്ല കേസ്. അങ്ങനെ മനോഹരമായ സ്ഥലമാണ് കേസ് ഇത്. നിങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വരണം കേസ്. അവർ കാറുകാർ ഇതൊക്കെ വരുന്നതാണ് കേസ്. ഇവിടേക്ക് ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേസ്, മീൻ പിടിക്കാനും ഇതേപോലെ സ്ഥലങ്ങൾ കാണാനും. പിള്ളേരൊക്കെ കൂട്ടിയിട്ട് ഒരു ഔട്ടിങ് പോലെ വൈകുന്നേരത്ത് ഇവിടെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ് കേസ്. മീൻ പിടിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് കേസ് ഇവിടെ. മഴ വീണ്ടും ചാറുണ്ട് കേസ്. നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നോക്കി കാണുമെന്ന് അറിയില്ല. ഇതാ നല്ല മഴ ചാറുണ്ട്, നല്ല മഴയാവും. അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് വരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വരിക ഗെയ്സ്. വാണിയമ്പാറ കുതിരാനാണ് ഗെയ്സ്. ഇത് തൃശ്ശൂരിലെ കുതിരാൻ തുറങ്കത്തിൻ്റെ അടുത്താണ് വാണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലം. വാണിയമ്പാറയിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് എസ്റ്റേറ്റിലേക്ക് പോകണം. പീച്ചിപ്പാടം എന്നാണ് പേര്. വാണിയമ്പാറ വന്ന് കഴിഞ്ഞിട്ട് പീച്ചിപ്പാടം റിസോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും ഗെയ്സ്. അങ്ങനെ ആ റിസോർട്ടിലേക്ക് വന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാവരും കാണുക ഗെയ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗെയ്സ്. വഞ്ചിയിൽ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് വരാം ഇവിടെ തന്നെ. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗെയ്സ് ഇവിടെ, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, ആരും അറിയാണ്ട് പോകുന്ന മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് വീഡിയോ, അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം ഗെയ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ഗെയ്സ്, സപ്പോർട്ട് ചെയ്യുക ഗെയ്സ്. അപ്പോൾ കാണാം. വഞ്ചി വരുന്നു ഗൈസ്, വഞ്ചി വരുന്നു ഗൈസ്. ഇതാ പോണു ഗൈസ് വഞ്ചി. വഞ്ചി പോണു ഗൈസ്, വഞ്ചി. ആ